കർണാടകയിൽ തകർന്നടിഞ്ഞു BJP. കർണാടകയിലെ 6 മേഖലയിലും കനത്ത തിരിച്ചടിയാണ് BJP നേരിട്ടത്. തീരദേശ കർണാടകയും ബംഗളൂരു നഗരത്തിലെ ചില മണ്ഡലങ്ങളിലും മാത്രമാണ് BJPക്ക് ആശ്വാസം. അരുൺ പൂപ്പറമ്പ വിവരങ്ങളുമായി. അരുൺ, BJPക്കൊപ്പം നിന്ന മേഖലകൾ ബാംഗ്ലൂർ നഗരമേഖലയും തീരദേശ മേഖലയുമാണ്. പക്ഷേ കഴിഞ്ഞ തവണത്തേതുമായി താരതമ്യം ചെയ്യുമ്പോൾ അവിടെയും അവർക്ക് തിരിച്ചടിയാണ്. എങ്ങനെയാണ് വിലയിരുത്തുന്നത്? അനുജ, BJPയെ സംബന്ധിച്ചിടത്തോളം കണക്കുകൂട്ടലുകളെല്ലാം പിഴച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. അവരുടെ പരമ്പരാഗത മേഖലകളിൽ പോലും കോൺഗ്രസ് നടത്തിയത് ഉജ്ജ്വലമായിട്ടുള്ള മുന്നേറ്റമാണ്. അത് നമുക്ക് ഈ 6 മേഖലകൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാലും കാണാൻ കഴിയും. നമുക്ക് മുംബൈ കർണാടക മേഖലയിൽ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിൽ ഈ സാമുദായിക എല്ലാ കാലത്തും BJP ഒരു വശത്ത് കോൺഗ്രസ് ഈ ന്യൂനപക്ഷ വോട്ടുകൾ കേന്ദ്രീകരിച്ച് അത്തരത്തിലൊരു കേന്ദ്രീകരണം ഉണ്ടാക്കുന്ന ഘട്ടത്തിലെല്ലാം ഈ സാമുദായിക വോട്ടുകളും അതോടൊപ്പം തന്നെ ഈ ഹിന്ദുത്വ കേന്ദ്രീകരണ വോട്ടുകളാണ് ഇവരുടെ എപ്പോഴും ഒരു ബെൽറ്റായി BJP എല്ലാ മേഖലകളിലും കാത്തു സൂക്ഷിച്ചിരുന്നത്. ആ മേഖലകളിൽ പ്രത്യേകിച്ച് നമുക്ക് ഈ തെരഞ്ഞെടുപ്പ് ഫലം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ കാണാൻ പറ്റുന്ന ഏറ്റവും വലിയ സവിശേഷത എന്നുള്ളത് ഈ സാമുദായിക വോട്ടുകളിൽ വലിയ മാറ്റം കർണാടകയിലെ സമീപകാല ചരിത്രത്തിൽ തന്നെ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു സ്വഭാവം അതിലുണ്ടായിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ ഈ മുംബൈ കർണാടക മേഖലയിൽ ഒരുപക്ഷെ എല്ലാ കാലത്തും BJPയോടൊപ്പം അല്ലെങ്കിൽ സമീപകാല ചരിത്രത്തിലെല്ലാം BJPയോടൊപ്പം നിന്ന ലിംഗായത്ത് വോട്ടുകളിൽ ഉണ്ടായിട്ടുള്ള വലിയ ചോർച്ച അത് കോൺഗ്രസിന് അനുകൂലമായി ആ മേഖലയിൽ പ്രത്യേകിച്ച് മുംബൈ കർണാടക മേഖലയിൽ കോൺഗ്രസിന് അനുകൂലമായിട്ടുള്ളൊരു ഒരു തുരുത്തുണ്ടാക്കുന്നതിന് വേണ്ടി സാധിച്ചു. അതോടൊപ്പം തന്നെ ഈ ഓൾഡ് മൈസൂരു മേഖലകളിൽ ഒക്കലിംഗ വോട്ടുകൾ അതോടൊപ്പം തന്നെ ന്യൂനപക്ഷ OBC വോട്ടുകളെല്ലാം കേന്ദ്രീകരിച്ച് അത് കോൺഗ്രസിന് അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യത്തിലേക്ക് മാറി എന്നതാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം ആശ്വാസം കൊള്ളാൻ സാധിക്കുന്നത് നേരത്തെ അനുജ് സൂചിപ്പിച്ചതുപോലെ തന്നെ ബംഗളൂരു നഗരപ്രദേശങ്ങളിലെ ചില ഭാഗങ്ങളിലും അതോടൊപ്പം തന്നെ കോസ്റ്റൽ കർണാടകയിലെ ഒരു ബെൽറ്റ് മാത്രമാണ്. അത് കോസ്റ്റൽ കർണാടകയിൽ BJPയെ സംബന്ധിച്ചിടത്തോളം അവർ മുന്നോട്ട് വച്ചിട്ടുള്ള സാമുദായിക മതരാഷ്ട്രീയം അതിവിടെ അത് ഫലം കണ്ടു എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം പ്രത്യേകിച്ച് മംഗളൂരു ഉൾപ്പെടുന്ന മേഖലകളിൽ അവർ ഈ മതകേന്ദ്രീകരണ വിഷയങ്ങൾ മാത്രമാണ് ചർച്ചയാക്കിയത്. പൊതുവെ ഒരു ഭരണവിരുദ്ധ വികാരം BJPക്കെതിരായി നിലനിൽക്കുന്ന ഘട്ടത്തിലാണ് അവസാന ഘട്ടത്തിൽ ഈ ബജരംഗിദൾ പ്രചാരണം അത് നിരോധനം പ്രഖ്യാപനം വന്ന ഘട്ടത്തിൽ അത് വലിയ പ്രചാരണ ആയുധമാക്കി ഏറ്റെടുക്കുകയും അതോടൊപ്പം തന്നെ മറ്റ് വിഷയങ്ങൾ അതായത് ഹിജാബ് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ വലിയ പ്രചാരണ ആയുധമായി ഏറ്റെടുക്കുകയും ചെയ്തു. അത് കോസ്റ്റൽ കർണാടക തീരദേശ കർണാടകയിൽ മാത്രമേ BJPക്ക് ഫലം കണ്ടുള്ളൂ എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം. മറ്റെല്ലാ മേഖലകളിലും BJPക്ക് കനത്ത തിരിച്ചടി ഉണ്ടായി. കർണാടകയിൽ ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ സവിശേഷത എന്നുള്ളത് BJPക്ക് അനുകൂലം അല്ലെങ്കിൽ വ്യവസ്ഥാപിതമായി BJPക്ക് അനുകൂലമായോ അല്ലെങ്കിൽ ഒരു നിലകൊണ്ടിരുന്ന ഒരു സാമുദായിക സമവാക്യത്തിൽ വലിയ മാറ്റം സംഭവിച്ചു എന്നുള്ളതാണ് കാണേണ്ടത്. അത് ലിംഗായത്ത് സമുദായങ്ങളുടെ മാറ്റം അതോടൊപ്പം തന്നെ മറ്റ് നമുക്കറിയാം OBC ന്യൂനപക്ഷ കേന്ദ്രീകരണമെല്ലാം അത് കോൺഗ്രസിന് അനുകൂലമായി വോട്ടായി മാറി അത് കോൺഗ്രസിന് നേട്ടമായി മാറി എന്നതുകൂടി കാണേണ്ടതുണ്ട്. BJPയെ സംബന്ധിച്ചിടത്തോളം വലിയ പരിശോധനക്ക് അല്ലെങ്കിൽ സംഘടനാപരമായ രാഷ്ട്രീയ പരിശോധനക്ക് വിധേയമാക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. അവർക്ക് കർണാടക അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ഒരു വലിയ രാഷ്ട്രീയ പോരാട്ടം എന്ന തലത്തിൽ വിലയിരുത്തപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണ്. സ്വാഭാവികമായും അത്തരത്തിൽ ഈ തിരിച്ചടി പ്രത്യേകിച്ച് സാമുദായികമായി സംഭവിച്ചിട്ടുള്ള തിരിച്ചടി എങ്ങനെയാണ് അത് പരിശോധിക്കുക എന്നുള്ളതാണ് വരും ദിവസങ്ങളിൽ കാണേണ്ടത്. എന്തായാലും BJPയെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടി അവർക്കൊരു ആശ്വാസം എന്ന് പറയാൻ ഈ ദക്ഷിണ കന്നഡ ഉൾപ്പെടുന്ന കോസ്റ്റൽ മേഖലയും അതോടൊപ്പം തന്നെ ഈ നഗരപ്രദേശങ്ങളിലെ ചില മേഖലകൾ മാത്രമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം BJPയുടെ പ്രചരണ തന്ത്രവും ഫലം കണ്ടില്ല എന്നതാണ്. പ്രത്യേകിച്ച് കോൺഗ്രസ് ഇത്തവണ പ്രചാരണ ഘട്ടത്തിൽ അവർ ശ്രദ്ധിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യമെന്നുള്ളത് BJP നരേന്ദ്രമോദി ഉൾപ്പെടെ പ്രധാനമന്ത്രിയെ തന്നെ നേരിട്ടിറക്കി നഗര കേന്ദ്രീകൃതമായിട്ടുള്ള പ്രചാരണം അത് നമ്മൾ ബംഗളൂരുവിൽ വലിയ വൻ റാലി അതോടൊപ്പം തന്നെ ഓരോ കേന്ദ്രങ്ങളിലും മംഗളൂരു പ്രധാനപ്പെട്ട നഗര കേന്ദ്രങ്ങളിലായിരുന്നു അവർ കേന്ദ്രീകരിച്ചിരുന്നത്. ആ ഘട്ടത്തിലൊക്കെ കോൺഗ്രസിന്റെ ഒരു പ്രചാരണ തന്ത്രം എന്ന് പറയുന്നത് ഗ്രാമീണ റൂറൽ മേഖലകളിൽ അവർ കൃത്യമായിട്ടുള്ള അവരുടെ സംഘടനാ ശേഷി ഉപയോഗിച്ചിട്ടുള്ള ഈ ഭരണവിരുദ്ധ വികാരം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം അതോടൊപ്പം
തന്നെ മറ്റ് വിഷയങ്ങൾ കൃത്യമായി അവർ അവിടെ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി അവർക്ക് സാധിച്ചു എന്നുള്ളതാണ്. അത് വിജയം കണ്ടു എന്ന് നമുക്ക് പറയാം. ഞാൻ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി പ്രചരണ ഘട്ടത്തിൽ ഈ കോസ്റ്റൽ കർണാടകയുടെ ഭാഗമായിട്ടുള്ള ചില മണ്ഡലങ്ങളിൽ സഞ്ചരിക്കുകയുണ്ടായി. ആ ഘട്ടത്തിലൊക്കെ പണ്ടൊക്കെ BJPയുടെ ഈ റൂറൽ മേഖല, അതായത് ദക്ഷിണ കന്നഡ ജില്ലയിലെ റൂറൽ മേഖലയിലൊക്കെ BJP വലിയ പ്രചാരണം നടത്തുന്നതാണ്. എന്നാൽ കോൺഗ്രസിന് ഒരു അപ്പർ ഹാൻഡ് ഉണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ ആ രീതിയിലുള്ള പ്രചാരണം അല്ലെങ്കിൽ ഒരു സംഘടനാ രീതി അവർ അതിൽ പ്രയോഗിച്ചു എന്നതാണ് എടുത്തു പറയേണ്ടത്. അത് വിജയം കണ്ടു. അത് സാമുദായികമായിട്ടുള്ള മാറ്റത്തിന്റെ പശ്ചാത്തലമായി മാറി എന്നതും നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുമ്പോൾ വിലയിരുത്തേണ്ടതുണ്ട്. എന്തായാലും BJPയെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഞെട്ടിക്കുന്ന ഒരു തോൽവി തന്നെയാണ് കർണാടകയിൽ ഉണ്ടായിരിക്കുന്നത്. അരുൺ, ഈ മംഗളൂരുവിലെ സൂറത്കല്ലിൽ കോൺഗ്രസിന്റെയും BJPയുടെയും പ്രവർത്തകർ പരസ്പരം ആക്രോശം മുഴക്കിയെന്ന് കേൾക്കുന്നു. എന്താണ് അതിന്റെ വിശദാംശങ്ങൾ? അല്പസമയം മുമ്പാണ് അത്തരം ഒരു സംഭവം നടന്നത്. അതായത് സൂറത്കല്ലിലെ വോട്ടെണ്ണൽ കേന്ദ്രത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇപ്പോഴും ഇവിടെ വലിയ പോലീസ് സന്നാഹമാണ് ഉള്ളത്. നമ്മൾ ദൃശ്യങ്ങളിൽ കാണാം, ഇരു വിഭാഗങ്ങൾ ഇപ്പോഴും ചേരി തിരിഞ്ഞിവിടെ പോർവിളിക്കുന്ന സാഹചര്യമുണ്ട്. അത് നേരത്തെ അല്പസമയം മുമ്പ് അതൊരു സംഘർഷത്തിലേക്ക് പോകുമെന്ന സാഹചര്യമുണ്ടായിരുന്നു. ആ ഘട്ടത്തിൽ ഇവിടെ വിന്യസിച്ചിട്ടുള്ള കേന്ദ്ര സേനാംഗങ്ങളും അതോടൊപ്പം തന്നെ പോലീസും അതിടപെട്ട് അത് സംഘർഷത്തിലേക്ക് പോകാതിരിക്കുന്നതിന് വേണ്ടി ഇടപെടലാണ് നടത്തിയത്. പരസ്പരം ചേരി തിരിഞ്ഞുള്ള പോർവിളി ഉണ്ടായി. അത് അവരുടെ വിജയിക്കുന്ന ഓരോ സ്ഥാനാർത്ഥികൾ വരുമ്പോൾ ചേരി തിരിഞ്ഞ് ആദ്യഘട്ടത്തിൽ മുദ്രാവാക്യം വിളിയാണ് ഉണ്ടായതെങ്കിൽ പിന്നീട് നേരിട്ട് ഒരു പോർവിളിയുടെ ഘട്ടത്തിലേക്ക് എത്തി. അപ്പോഴാണ് പോലീസിന്റെ ഇടപെടൽ ഉണ്ടായത്. ഇപ്പോൾ സംഘർഷ അവസ്ഥക്കൊരു അയവ് വന്നിട്ടുണ്ട്. കൃത്യമായ പോലീസിന്റെ ഇടപെടൽ, വലിയ പോലീസ് സന്നാഹമാണ് ഈ സൂറത്കല്ലിലെ വോട്ടെണ്ണൽ കേന്ദ്രത്തിന് മുന്നിൽ വിന്യസിച്ചിട്ടുള്ളത്. നിലവിൽ ഇപ്പോൾ സംഘർഷാവസ്ഥയില്ല. എന്നാൽ ഇരു വിഭാഗം പ്രവർത്തകരും ഈ ചേരി തിരിഞ്ഞിപ്പോഴും മുദ്രാവാക്യം വിളി തുടരുകയും ചെയ്യുന്നുണ്ട്. വേണോ? അരുൺ പൂപ്പറമ്പയാണ് വിശദാംശങ്ങൾ നൽകിയത്. ബംഗളൂരുവിൻ്റെ നഗര മേഖലകളിലെ ചില ഭാഗങ്ങളിലും അതുപോലെ തന്നെ തീരദേശ കർണാടകത്തിലും മാത്രമായി ദക്ഷിണേന്ത്യയിൽ BJPയുടെ സ്വാധീനം ഒതുങ്ങിയിരിക്കുകയാണ്. കർണാടകയിൽ BJPയുടെ സ്വാധീനം ഒതുങ്ങിയിരിക്കുകയാണ്.